ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഖത്തറിന് അചഞ്ചല പിന്തുണ അറിയിച്ച് ഒമാൻ മന്ത്രിസഭാ കൗൺസിൽ. സലാലയിലെ അൽ മാമൂറ കൊട്ടാരത്തിൽ നടന്ന മന്ത്രിമാരുടെ യോഗത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒമാന്റെ സ്ഥിരമായ നയത്തിന് അടിവരയിടുന്ന അടിസ്ഥാന തത്വങ്ങൾ മന്ത്രിമാരുടെ കൗൺസിൽ ആവർത്തിച്ചു. ദോഹയിൽ നടന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഫലങ്ങളെയും അംഗീകരിച്ച പ്രമേയങ്ങളെയും മന്ത്രിമാർ പ്രശംസിച്ചു. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ദേശീയ പരമാധികാരവും സ്ഥാപിതമായ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതാണ്. ഖത്തർ സ്വീകരിച്ച എല്ലാ നടപടികളെയും അംഗീകരിക്കുകയാണെന്നും കൗൺസിൽ പറഞ്ഞു. ഗസ മുനമ്പിനെതിരായ തുടർച്ചയായ ആക്രമണത്തെ അപലപിച്ച കൗൺസിൽ നിരപരാധികളായ സാധാരണക്കാർ, മെഡിക്കൽ, ദുരിതാശ്വാസ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, മുനമ്പിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ലക്ഷ്യം വെച്ചുള്ള നിരന്തരമായ ആക്രമണത്തെ നിരസിക്കുകയാണെന്നും വ്യക്തമാക്കി. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും നിയമങ്ങളുടെയും അന്താരാഷ്ട്ര നിയമസാധുതയെക്കുറിച്ചുള്ള പ്രമേയങ്ങളുടെയും അടിസ്ഥാന മാനുഷിക തത്വങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുൾപ്പെടെ സമാധാനം കൈവരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള എല്ലാ പ്രാദേശിക അന്തർദേശീയ സമാധാന സംരംഭങ്ങളെയും ഇത്തരം പ്രവർത്തികൾ ദുർബലപ്പെടുത്തുമെന്നും മന്ത്രിസഭാ കൗൺസിൽ പറഞ്ഞു. നിരവധി വികസന പ്രവർത്തനങ്ങളും ചർച്ചയായി. ഗൾഫ് മാധ്യമം സലാല.